ഹലോ ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ഊട്ടുതിരുന്നാളിൻ്റെ രണ്ടാം ഭാഗമാണ്. ഇന്നലെ ഒന്നാം ഭാഗമാണ് കാണിച്ചത്, ഇന്ന് രണ്ടാം ഭാഗമാണ്. നമുക്കിവിടെ ഊട്ടുതിരുന്നാളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഊട്ടുതിരുന്നാളിനും കൂടി തിരക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്നത് അവിടുത്തെ കപ്പയാളയാണ് കേട്ടോ. അവിടെ അന്തോണിസ് പുണ്യാളനും കർത്താവിനും ഗീറോസ് പുണ്യാളനെയും സെബസ്ത്യനോസ് പുണ്യാളനും രൂപങ്ങളൊക്കെ ഉണ്ട്. കപ്പയാളയാണ് പുണ്യാളൻ്റെ, അതായത് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ പള്ളിയിൽ തൊട്ട് മുമ്പിലുള്ളത് കപ്പേളയാണ്. വിശുദ്ധ സെബസ്ത്യനോസ് പുണ്യവാളൻ്റെയും വിശുദ്ധ അന്തോണിസ് പുണ്യാളൻ്റെയും കർത്താവിനെയും ഗീവറിസ് പുണ്യാളൻ്റെയും രൂപങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ കണ്ട സെൻറ്റ് ജോസഫ് ചർച്ച് കുരിയച്ചിറ ആ ഭാഗം കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മെഴുതി കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. നേർച്ചിടുകയും ചെയ്യാം. വീണ്ടും പള്ളിയിൽ അറേഞ്ച്മെൻറ്റ്സിലേക്കാണ് പോകുന്നത്. ഇവിടെ പന്തലാണ്. നേർച്ചയിട്ട് ലില്ലി ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ലില്ലീനെ അവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നേർച്ചിട്ട് കഴിഞ്ഞ് പോകുന്ന ആളുകളുടെ ലൈനാണ് മുൻപ് കാണിച്ചത്. ഈ കാണുന്നത് ദിവ്യകാരുണ്യ കേന്ദ്രം ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ട. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണം എന്ന് പറയുന്നത് സാമ്പാർ, ഇഞ്ചമ്പുളി, അച്ചാറ്, പയറുപ്പേരി, പായസമായിരുന്നു. സൂപ്പറായിരുന്നു. കണ്ട. അന്ന് ഈ ഔസേപ്പ് പിതാവിൻ്റെ അവിടേക്ക് പ്രാർത്ഥിച്ച് പോകുന്നവരുടെ ലൈനാണ് കാണിച്ചത്. ഔസേപ്പ് പിതാവിൻ്റെ കർത്താവിൻ്റെ രൂപം തൊട്ട് വണങ്ങി പോകുന്നവർ, തൊട്ട് മുത്തി പോകുന്നവർ. ഈ കാണുന്നത് പാരിഷ് ഹാളാണ്. ഇവിടുത്തെ മാതാവിൻ്റെ രൂപമാണ്. സെമിത്തേരി തൊട്ടടുത്തുള്ള മാതാവിൻ്റെ രൂപമാണ്. സാൻറ്റ് ജോസ് കമ്മ്യൂണിറ്റി സെൻറ്റർ ഇവിടുത്തെ മറ്റൊരു പാരിഷ് ഹാളാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.